ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിത നാമനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഉത്സാഹം നിറഞ്ഞ പാനിഹാട്ടി മഹാ ഉത്സവം. പാനിഹാട്ടി എന്ന് പറയുന്നത് എന്താണ്? ആരുടെ പേരാ പാനിഹാട്ടി? ആരുടെ പേരാണ് പാനിഹാട്ടി? സ്ഥലത്തിന്റെ പേര്. ഒരു സ്ഥലത്തിന്റെ പേരാണ് പാനിഹാട്ടി. പാനിഹാട്ടി മഹാ ഉത്സവം, ചീഡാദഹി മഹാ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ചൈതന്യ ചരിതാമൃതാല് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തില് ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ ഭഗവാൻ തന്നെ, നിത്യാനന്ദ പ്രഭു സ്വയം ബലരാമൻ, അവർ രണ്ടുപേരും ആ സ്ഥലത്തില് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവായിട്ട് ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ലീല ചെയ്തു. ഈ പാനിഹാട്ടി മഹാ ഉത്സവത്തിന്റെ ഇനിയൊരു പേരാണ് ദണ്ഡ ഉത്സവം, ദണ്ഡോത്സവം എന്ന് പറയും. ആരെങ്കിലും ദണ്ഡിക്കുന്നതിന് ആരും വലിയ സെലിബ്രേഷൻ ആയിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അയാള് ജയിലിൽ പോയിന്നോ 10 വർഷം എന്ന് പറഞ്ഞ് നമ്മൾ സെലിബ്രേഷൻ ഉണ്ടാവും. ആർക്കെങ്കിലും ഒരു ജഡ്ജ്മെന്റ് കിട്ടിയ, അയാൾക്ക് എന്തെങ്കിലും ദണ്ഡന കിട്ടിയെങ്കിൽ അതിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമോ? ചെയ്യില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം വന്നു, ആരെങ്കിലും കർമ്മം ശരിയായിട്ടില്ല, അദ്ദേഹത്തിന്റെ ഹോറോസ്കോപ്പ് ശരിയായിട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ല ഉത്സാഹമായിട്ട്. പക്ഷെ ഇവിടെ ദണ്ഡിക്കുന്നത് ഭഗവാൻ ഒരു ഭക്തനെ അത് ഉത്സവമായിട്ട് മാറി. മഹാദണ്ഡോത്സവമാക്കി. എങ്ങനെ അത് മാറി? അങ്ങനെ ഒരു ഉത്സവമായിട്ട് എന്ന് പറഞ്ഞിട്ട് ശരീരത്തിനെ ആ കഥ പറയാം. ഇത് വലിയ കഥയാണ്. രഘുനാഥ് ദാസ് ഗോസ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ജമീന്ദാരുടെ മകൻ. അദ്ദേഹവും നിത്യാനന്ദ പ്രഭു, ഞാൻ പറഞ്ഞല്ലേ ബലരാമനും, നിത്യാനന്ദ പ്രഭു ഇവിടെ നടന്ന ഈ ലീലയാണ്. അതിനകത്ത് ചൈതന്യ മഹാപ്രഭുവും ചേർന്നു. ഒരു ഭക്തൻ ജ്ഞാനികൾ പോലെയല്ല, കർമ്മികൾ പോലെയല്ല, യോഗികൾ പോലെയല്ല. ഭക്തൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഭക്തൻ എപ്പോഴും അദ്ദേഹത്തിന് ഹൃദയത്തിലെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഭഗവാനുടെ സേവയിൽ നിത്യമായിട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഭഗവാനോട് തിരിഞ്ഞ് ഞാൻ നിത്യമായിട്ട് സേവകനാകണം, നിത്യസേവകനാകണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഉദ്ദേശമാണ്. വേറെ എനിക്ക് ഒന്നും ആവശ്യമില്ല. ന ധനം ന ജനം ന സുന്ദരീം കവിതം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാൽ ഭക്തിരഹൈതുകി ത്വയി എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? ശിക്ഷാഷ്ടകമില് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ തന്നെ പ്രാർത്ഥന ചെയ്യുന്നു, ചൈതന്യ മഹാപ്രഭു, ന ധനം, എനിക്ക് ധനം ആവശ്യമില്ല, ന ജനം, നല്ല ഒരു കുടുംബത്തിൽ ജനിക്കുന്നത് എനിക്ക് ആവശ്യമില്ല, ന സുന്ദരി, നല്ല സ്ത്രീകൾ എനിക്ക് ആവശ്യമില്ല, കവിതം, വലിയ എഡ്യൂക്കേഷനും അതിന് എനിക്ക് ആവശ്യമില്ല, മമ ജന്മനി ജന്മനീശ്വരേ ഭവതാൽ ഭക്തിരഹൈതുകി ത്വയി, ഇതിലെല്ലാം എനിക്ക് വാല്യൂ ഇല്ല. എനിക്ക് ഭഗവാനുടെ നിത്യ സേവകനായിട്ട് ജീവിച്ച എനിക്കതൊരു വലിയ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പോൾ ഒരു ഭക്തന്റെ മനസ്സിൽ എപ്പോഴും ഭഗവാനുടെ സേവ എനിക്ക് എപ്പോഴും കിട്ടണം എന്ന് പറഞ്ഞിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. ഇത്ര വലിയൊരു ജീവിതം, വലിയ ജമീന്ദാരുടെ വീട്ടില് അത്ഭുതമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റും റിസോഴ്സസ് എല്ലാം ഇരിക്കുന്ന ആ സ്ഥലത്തില്
അദ്ദേഹത്തിന് തൃപ്തി ഇല്ലാതെ പോയി. ചൈതന്യ മഹാപ്രഭുവിന്റെ ശരണം എനിക്ക് എപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹം. അപ്പോ ഒരു ദിവസം ചെന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു കണ്ടു. ഞാനൊരു കുടുംബസ്ഥനാണ്, പക്ഷെ എനിക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഞാൻ എല്ലാം ത്യജിച്ച് താങ്കളുടെ കൂടെ ഞാൻ ഒരു സന്യാസിയായിട്ട് ജീവിക്കാനുണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ഇങ്ങനെ മർക്കട്ട വൈരാഗ്യന കൊരിവേ ലോകദേഖാന, പുറങ്ക് വൈരാഗ്യം ഇങ്ങനെ ചെയ്യണ്ട. മർക്കട്ട വൈരാഗ്യം ന കൊരിവേ, എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൈരാഗ്യയായി എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ഈ മർക്കട്ട വൈരാഗ്യം ചെയ്യണ്ട. മർക്കട്ട വൈരാഗ്യം ന കൊരിവേ ലോകദേഖാന, നിങ്ങൾക്ക് യഥായോഗ്യ യുഞ്ച ഭുഞ്ച അനാസക്തഹന, ഒരു ഗൃഹസ്ഥനായിട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ അതെല്ലാം ജീവിച്ചോളൂ, പക്ഷെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജീവിക്കും. എപ്പോഴും മനസ്സിൽ രാധാകൃഷ്ണന്റെ സ്മരണം, രാധാകൃഷ്ണന്റെ സേവ ഇതിരുന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കൃഷ്ണൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ, നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ നിങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടും. ഫുൾ വൈരാഗ്യത്തിന് ഇങ്ങനെ അഡ്വൈസ് ചെയ്ത് തിരിച്ചയച്ചു. അപ്പൊ രഘുനാഥ് ഗോസ്വാമിനെ അത് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞ് വീണ്ടും ജീവിച്ചു. അങ്ങനെ ഇങ്ങനെയായിരുന്നു രഘുനാഥ് ദാസ് ഗോസ്വാമി. പിന്നെ പല പ്രാവശ്യം അതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ചെന്നു. പക്ഷെ അച്ഛനൊരു വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സമീന്ദാരായിരുന്നു. അപ്പൊ എങ്ങനെ പോകുന്നു, എവിടെ പോയിരിക്കുന്നു, എല്ലാവരും ആൾക്കാരെ വെട്ടിപ്പിടിച്ചു കിട്ടുന്നു. 4-5 പ്രാവശ്യം അങ്ങനെ പോയി തിരിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ പോവാൻ സാധിച്ചില്ല. ചൈതന്യ മഹാപ്രഭുത്തെ ചെന്നിട്ട് ചോദിച്ചു. ചൈതന്യ മഹാപ്രഭു അങ്ങനെ വേണ്ട, മർക്കട്ട് വൈരാഗ്യം തിരിച്ചു പോകുന്നു പറഞ്ഞു. വീട്ടിൽ വരുന്നു. ശരി, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞ് വീട്ടില് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ജപിച്ചു. ഭഗവാൻ രാധാകൃഷ്ണന്റെ സേവ ചെയ്തു, മൂർത്തി സേവ, ശ്രീവിഗ്രഹ സേവ ചെയ്തു. പിന്നെ വീട്ടിലിരുന്നിട്ട് ഭഗവാന്റെ സ്മരണത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ആ സന്ദർഭം കിട്ടും എന്ന് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുന്നിരുന്നു. പിന്നെ ഒരു ദിവസം നിത്യാനന്ദ പ്രഭു അങ്ങോട്ട് വന്നു. നിത്യാനന്ദ പ്രഭു ചെന്നിട്ട് ഞാൻ കാണും. എല്ലാവരും പറഞ്ഞതിൻ്റെ അടുത്ത് നിത്യാനന്ദ പ്രഭു വിചാരിച്ച ചൈതന്യ മഹാപ്രഭു അങ്ങനെ പോലെ എനിക്ക് അനുഗ്രഹം തരും. അപ്പൊ നിത്യാനന്ദ പ്രഭു കാണാൻ പോയി. അച്ഛൻ പറഞ്ഞു വീണ്ടും നീ എസ്കേപ്പ് ആവും. അപ്പൊ 2 ബോഡി ഗാർഡ്, 2 സൈഡില് 2 ബോഡി ഗാർഡ്, ബാക്കിലോട്ടും ഒന്നും ഫ്രണ്ടിലോട്ടും സെക്യൂരിറ്റി ഒക്കെ അയച്ച് കൂട്ടിക്കൊണ്ടുപോയി. ഇങ്ങനെ നിത്യാനന്ദ പ്രഭു, രഘുനാഥ് ദാസ് ഗോസ്വാമി. നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ അച്ഛൻ ഒരു വലിയ ജമീന്ദാർ എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ള ജമീന്ദാരല്ല. അവിടേക്ക് 2-3 ഗ്രാമങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരുന്നു. ആ ഗ്രാമങ്ങളിൽ വസിക്കുന്ന അവരെല്ലാവർക്കും ഫ്രീ ആയിട്ട് വീടെല്ലാം ചെയ്തു കൊടുക്കും. അത്ര വലിയ ജമീന്ദാർ. സോ വെരി ഇൻഫ്ലുവൻഷ്യൽ ആള്. അങ്ങനെ നിത്യാനന്ദ പ്രഭുവെ കാണാൻ പോയി രഘുനാഥ് ദാസ് ഗോസ്വാമി സെക്യൂരിറ്റി എല്ലാം വെച്ചു. എനിക്ക് ഇവിടുന്ന് പോകാൻ ശക്തിയില്ല, ചൈതന്യ മഹാപ്രഭുയുടെ അനുഗ്രഹം കിട്ടിയിട്ടില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ ആ മനസ്സ് വെച്ചുകൊണ്ട് ദൂരത്ത് നിന്ന് നിത്യാനന്ദ പ്രഭുവിടെ അവിടെ കണ്ടു. വലിയ ആളമരത്തിന്റെ താഴെ നിത്യാനന്ദ പ്രഭുവും നിത്യാനന്ദ പ്രഭുയുടെ മറ്റുള്ള അസോസിയേറ്റ്സും ഇരിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കാണിച്ചു കൊടുത്തു. ഇതാ ഇയാളാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. ഒരു വളരെ നല്ല കുട്ടിയാണ്, വലിയ ഭക്തി ഉണ്ട് അദ്ദേഹത്തിന്. അവിടെ നിന്ന് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ നിത്യാനന്ദ പ്രഭുവിന്റെ മനസ്സ് ഒരു അവധൂതൻ പോലെയാണ്. അപ്പോ ഒരു ലീല് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി. അപ്പോ രഘുനാഥ് ദാസ് ഗോസ്വാമി വിളിച്ചു. കള്ള എവിടെ വാ എന്ന് പറഞ്ഞിട്ട് ഒരു 3 മാരിയിട്ട് വിളിച്ചു. ഈ ഒരു വലിയ കള്ളനാ
ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. രഘുനാഥ് ദാസ് ഗോസ്വാമിന് വലിയ പേടി, ഞാനെന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നപ്പോൾ സെക്യൂരിറ്റി ഗാർഡെല്ലാം ചോദിച്ചെന്ന് പറഞ്ഞു. നമസ്കരിച്ചു. നമസ്കരിക്കുന്നപ്പോൾ നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ പാദം രഘുനാഥ് ദാസ് ഗോസ്വാമിന്റെ ശിരസിലിരിക്കുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് നീ ഒരു വലിയ കള്ളമാണ്, ഞാൻ വലിയ ദണ്ഡന എനിക്ക് തന്ന്, എൻ്റെ കൂടെ വരുന്ന എൻ്റെ സഹോദരന്മാരും എൻ്റെ അസോസിയേറ്റ്സും എൻ്റെ ഫ്രണ്ട്സും മിത്രന്മാരും ബന്ധുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ സദ്യ നീ കൊടുക്കണം. അത് സാധാരണമായിട്ടുള്ള സദ്യ അല്ല, ഇത് സ്പെഷ്യൽ സദ്യ. അതിന് അവലും പഴങ്കലും പാലും തൈരും ഇതെല്ലാം ചേർത്ത് വിധവിധമായിട്ടുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇതാണ് നിനക്ക് വലിയ ദണ്ഡന. അപ്പൊ രഘുനാഥ് ഗോസ്വാമി വലിയ പ്രസന്നമായി, എനിക്ക് ഇത് ചെയ്യാൻ സാധിക്കും, ഞാനൊരു വലിയ ജമീന്ദാറിന്റെ മകനാ, എന്ത് വേണമെങ്കിലും എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉത്സാഹത്തോടെ പോയി. പിന്നെ ആ ഗ്രാമത്തിലിരിക്കുന്ന എല്ലാ റിസോഴ്സസും വെച്ചിട്ട് എല്ലാം മേടിച്ചു. മാർക്കറ്റ് ഫുള്ളായിട്ട് മേടിച്ചു. അതിലിരിക്കുന്ന പഴങ്ങളെല്ലാം അവിലും അതും ഇത് എല്ലാ സ്ഥലത്തിലും മേടിച്ച് എടുത്തോണ്ട് വന്നിട്ട് അവിടെ വലിയ കുക്കിംഗ് പാർട്ടി വന്നു. അവിടെ വന്നിട്ട് അവര് ഈ ഡിഷസ് എല്ലാം ഉണ്ടാക്കി. പിന്നെ ഭഗവാൻ അർപ്പണം ചെയ്യാൻ വേണ്ടി വലിയ വലിയ ഈ പാത്രത്തില് എന്ത് പറയും, ക്ലേ പോട്ട്, മൺകലം അതിലെടുത്തോണ്ട് വന്നിട്ട് നിത്യാനന്ദ പ്രഭുവിന് കൊടുത്തു. നിത്യാനന്ദ പ്രഭു പറഞ്ഞ പോലെ നിത്യാനന്ദ പ്രഭു ഇരിക്കുന്ന മറ്റ് ഭക്തന്മാർക്ക് എല്ലാം കൊടുത്തു. അവരെല്ലാം കഴിക്കാൻ തുടങ്ങി. സന്തോഷത്തില് വലിയ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സദ്യ ആയിരുന്നു, സ്പെഷ്യലായിട്ടുള്ള സദ്യ. ഇതെല്ലാം അവർ ഇരുന്നിട്ട് അവർ കഴിച്ചു. വരുന്നുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഓരോരോ മൺകലം, ഓരോരോ കയ്യിലെയും ഓരോന്നും, ഒന്ന് സ്വീറ്റ്, ഒന്ന് എന്താ പറയാ, ഒന്ന് സ്വീറ്റ് ഒന്ന് കാരം, ഓരോന്നും ഓരോ രണ്ട് വരുന്ന എല്ലാവരും വരുന്ന ഓരോരോ ഗ്രാമത്തിലിരുന്ന് കേട്ടു രഘുനാഥ് ദാസ് ഗോസ്വാമി വലിയ സദ്യ സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞിട്ട്. ചുറ്റിയിരിക്കുന്ന ഗ്രാമങ്ങൾ, ഗ്രാമവാസികൾ എല്ലാവരും വന്നു, എല്ലാവർക്കും കയ്യില്. ചിലവേര് ഇവിടെ ബിസിനസ് നടത്താന്ന് പറഞ്ഞിട്ട് മാട്ടുവണ്ടിയില് അതും ഇതും പഴങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. രഘുനാഥ് ദാസ് ഗോസ്വാമി മാട്ടുവണ്ടിയിൽ ഫുള്ളായിട്ട് മേടിച്ചു, കാശ് കൊടുത്തില്ല, കയ്യിലുണ്ട് വെച്ചോടും, സ്റ്റോക്ക് കേക്ക് എല്ലാം മേടിച്ചു, എല്ലാവരുടെ ഇതും മേടിച്ചു, മിക്സ് ചെയ്തു. എല്ലാവർക്കും വലിയ സദ്യയാവും. എല്ലാവരും വലിയ സന്തോഷത്തില് മിഠായിക്കോര പ്രേമാനന്ദേ ഹരി ഹരി പറഞ്ഞിട്ട് ഗംഗയുടെ ആ കിനാരത്തിൽ നിന്ന് എല്ലാവരും കഴിക്കാൻ തുടങ്ങി. നിത്യാനന്ദ പ്രഭു കഴിക്കാൻ തുടങ്ങി. അവിടെ സ്ഥലമില്ലാതെ എല്ലാവരും വെള്ളത്തിനകത്ത് കയറി നിന്ന് ഇതുവരെ വെള്ളത്തിൽ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ പാനീയൊക്കെ വെച്ചുകൊണ്ട് എല്ലാവരും ഹരിബോൾ ഹരിബോൾ എന്ന് പറഞ്ഞപ്പോൾ നിത്യാനന്ദ പ്രഭു ഒരു അത്ഭുതമായിട്ട് ഒരു കാര്യം ചെയ്തു. അവിടുന്ന് സ്മരണം ചെയ്ത് ചൈതന്യ മഹാപ്രഭു വിളിച്ചു. ചൈതന്യ മഹാപ്രഭു പ്രകടമായി. നിത്യാനന്ദ പ്രഭുക്ക് മാത്രമേ കാണാൻ പറ്റിയത്. നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭു കണ്ട എല്ലാരും നമ്മള് വനഭോജനം ചെയ്തല്ലേ കൃഷ്ണലീലയില്. നമ്മള് വനത്തില് നമ്മൾ എല്ലാവരും ഇരുന്നിട്ട് അഘാസുര വധമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഇരുന്ന് കഴിച്ചല്ലേ. അതേപോലെ ഈ ഗംഗ കിനാരത്തിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടിട്ട് വലിയ സന്തോഷമായി. പിന്നെ ചൈതന്യ മഹാപ്രഭു ഒരു ഗൈഡഡ് ടൂർ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞു. നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന് കൂടെ പോയി. ഈ ഭക്തൻ ഇവിടെ നിന്നാണ്, ഈ ഭക്തൻ ഇവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പാനയിൽ നിന്ന് കുറച്ചെടുത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ വായിൽ ഊട്ടി. ചൈതന്യ മഹാപ്രഭു കഴിച്ചു. ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിനെ കൂട്ടിക്കൊണ്ടുപോയി. ചില പേർക്ക് കാണാൻ സാധിച്ചില്ല, ചില പേർക്ക് കണ്ടു, പല പേര് കണ്ടു. ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്ന ഇവിടെ. ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു ചൈതന്യ മഹാപ്രഭു. പിന്നെ നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭു ഇരുന്ന് വീണ്ടും കഴിച്ചു. പക്ഷെ അന്ന് അവരുടെ പ്ലാൻ ആയിരുന്നു ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു രാഘവ പണ്ഡിറ്റിന്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ അന്ന് രാത്രി കഴിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ രാഘവ പണ്ഡിറ്റ് അവരെ എത്തി കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട്. ഇവര് കഴിച്ചുകൊണ്ടിരുന്നു. എന്റെ വീട്ടിലെ വലിയ സദ്യ ഉണ്ടാക്കിയിരുന്നു, ഇവിടെ തന്നെ കഴിക്കാൻ തുടങ്ങി നിങ്ങൾ, അവിടെ വന്നിട്ട് എവിടെ എങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞാൽ അതെല്ലാം പേടിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിക്കുന്ന ആൾക്കാരിലാണ്, ഞങ്ങള് ഹരേ കൃഷ്ണ മൂവ്മെന്റിന്റെ ആൾക്കാരാണ്.
ഞങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണ്. അവിടെ വന്ന് കഴിക്കും, അത് കഴിഞ്ഞിട്ടും കഴിക്കും, രാത്രി വീണ്ടും വേണമെങ്കിൽ കഴിക്കും. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസോപജായത്തെ. നിങ്ങൾ പ്രസാദം കഴിക്കുന്ന ആൾക്കാരിലാണ്. ഭക്തിയോടെ പത്രം ഫലം തോയം പുഷ്പം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോടെ എന്ത് ഭക്തനും നമുക്ക് തന്നാൽ നമ്മൾ അത് കഴിക്കും, എപ്പോഴും വേണമെങ്കിലും കഴിക്കും. പിന്നെ നൃത്യമാടും കീർത്തനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങളുടെ ജീവിതം. നിത്യാനന്ദ പ്രഭു പേടിക്കരുത്, ഞാൻ അവിടെ വരുന്നു, ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വരും. അപ്പൊ ഇങ്ങനെ ഒരു വലിയ സദ്യയൊക്കെ നടന്ന് എല്ലാവരും സന്തോഷമായിട്ട് തിരിച്ചുപോയി. പിന്നെ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു രാഘവ പണ്ഡിറ്റിന്റെ വീട്ടിൽ പോയി. രാഘവ പണ്ഡിറ്റും രാഘവ പണ്ഡിറ്റിന്റെ സിസ്റ്ററും വലിയ ഭക്തന്മാരാണ്. അവര് രണ്ടുപേരും സ്പെഷ്യൽ പാചകം ചെയ്യുന്ന ആൾക്കാരിലാണ്. ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ വീട്ടിൽ ക്ഷണിച്ചു. പിന്നെ അതിന് വലിയ സദ്യ ഉണ്ടാക്കി. അവിടെയും ചെന്നിട്ട് എല്ലാവരും കഴിച്ചു. പിന്നെ കീർത്തനം ചെയ്തു, വലിയ നൃത്യം കീർത്തനമൊക്കെ ചെയ്തിട്ട് രാഘവ പണ്ഡിറ്റും ഡാൻസ് ആടി സന്തോഷമായിരുന്നു. പിന്നെ നിത്യാനന്ദ പ്രഭു അവിടെ രഘുനാഥ് ദാസ് ഗോസ്വാമിയെ വിളിച്ചു. വലിയ സന്തോഷമായി നിത്യാനന്ദ പ്രഭു. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അത്ഭുതമായിട്ടുള്ളൊരു സദ്യ എല്ലാവരും. വീണ്ടും രഘുനാഥ് ദാസ് ഗോസ്വാമി ഇങ്ങനെ നമസ്കരിക്കുന്നപ്പോൾ വീണ്ടും ശിരസിലെ അദ്ദേഹത്തിന്റെ പാദം വെച്ചു. വെരി സൂൺ, കുടിവേഗം നിനക്ക് ചൈതന്യ മഹാപ്രഭുയുടെ ശരണം നിനക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ട് പറഞ്ഞു. രഘുനാഥ് ദാസ് ഗോസ്വാമി വലിയ സന്തോഷമായി. ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. ഇത് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല. നിത്യാനന്ദ പ്രഭുയുടെ സ്പെഷ്യലായിട്ടുള്ള ബ്ലെസ്സിങ്, അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നടക്കും എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തില് എല്ലാവർക്കും ഈ തങ്ക കാണിക്ക കൊടുത്തു. ഓരോരോ ഭക്തന്മാർക്കും ഇത് സ്പെഷ്യൽ ദക്ഷിണ കൊടുത്തു. വരുന്ന വലിയ വലിയ സീനിയർ ആൾക്കാർക്കൊക്കെ കൂടുതൽ ഓരോരോ ചെറിയ പൈൽ ഉണ്ടാക്കി കൊടുത്തു. വലിയ മകനല്ലേ, സമീന്ദാറിന്റെ മകൻ. അവരെല്ലാം സന്തോഷമായിട്ട് തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഇത് കൊടുത്തു. Who is adjusting the volume? The echo keeps changing. Reduce the bass, increase the treble. No echo. So, അവരിങ്ങനെ എല്ലാവരും തിരിച്ചു പോയി. എല്ലാവരും വലിയ സന്തോഷമായിട്ട് തിരിച്ചു പോയി. പിന്നെ രഘുനാഥ് ദാസ് ഗോസ്വാമി ഗേറ്റിൽ തിരിച്ചു പോയി. അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമായിട്ട് എന്തോ നടക്കാൻ പോകുന്നു. എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം, ചൈതന്യ മഹാപ്രഭുവിനടുത്ത് ചെന്നിട്ട് എനിക്ക് അവിടെ ശരണാഗതി അടയണമെന്ന് പറഞ്ഞിട്ട് ഉള്ള ഉദ്ദേശമായിരുന്നു. അത് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ഒരു ഫീലിംഗ്. തിരിച്ചുപോയി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞു. ഇങ്ങനെ ആ സ്പെഷ്യൽ പ്രോഗ്രാമിന്റെ സ്മരണത്തിൽ രഘുനാഥ് ദാസ് ഗോസ്വാമി വീട്ടിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ, ഒരു ഗൃഹസ്ഥനോട് കാര്യങ്ങളെല്ലാം ചെയ്തു. വീട്ടിൽ അച്ഛന് പറഞ്ഞ പോലെ എല്ലാം ചെയ്തു. അച്ഛൻ നമുക്ക് വലിയ സന്തോഷമായി. നമ്മുടെ മകന് മാറി, വെരി ഒബീഡിയൻറ്റ്, പ്രസന്നമായിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു മുഖത്തിൽ ഒരു ഈ പ്രസന്നമായിട്ടൊരു മുഖം നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരും വളരെ സന്തോഷമായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ അകത്തിൽ വേറെ എന്തോ ഒരു പ്ലാൻ നടക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഗുരു യദുനന്ദൻ ആചാര്യ വന്നു. യദുനന്ദൻ ആചാര്യ വന്നു എല്ലാം മാറി. ഇപ്പൊ നമ്മുടെ മകൻ അങ്ങനെ പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സും കുറച്ച് ലൂസായി. യദുനന്ദൻ ആചാര്യനെ ഞാൻ വീട്ടില് ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് യദുനന്ദൻ ആചാര്യനെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിട്ടിട്ട് വരാം. സാധാരണമായിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമി എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിന് കൂടെ 2 ഗാർഡ് ഉണ്ടാവും, 2 ബോഡി ഗാർഡ് ഉണ്ടാവും, തുപ്പാക്കിയൊക്കെ വെച്ചുകൊണ്ട്. അവര് രണ്ടുപേരും ഈ പ്രാവശ്യം വന്നില്ല. ഇപ്പൊ രഘുനാഥ് ദാസ് ഗോസ്വാമി ഇന്ന് ആരും അയച്ചില്ല, ഞാൻ മാത്രം പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യദുനന്ദൻ ആചാര്യ വീട്ടിൽ പോയി. ഫസ്റ്റ് ടൈം ഒരു ഗാർഡും ബോഡി ഗാർഡും ഇല്ലാതെ ഞാൻ പോകുന്നെന്ന് പറഞ്ഞ് ഇത് എന്തോ എനിക്ക് സ്പെഷ്യൽ ചാൻസ് ആണെന്ന് പറഞ്ഞ് യദുനന്ദൻ ആചാര്യനെ ടാറ്റ പറഞ്ഞ് ഗേറ്റ് പൂട്ടി. അത് കഴിഞ്ഞിട്ട് സിയു, ഇതാണ് എൻ്റെ സമയം എന്ന് പറഞ്ഞിട്ട് കാട്ടിനകത്ത് പോയി. അവിടെ നിന്ന് ഓടി നടക്കാൻ തുടങ്ങി.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേന് നടന്ന് കാറ്റ് വഴി റെഗുലർ ആയിട്ടുള്ള പാദത്തിലെ വഴിയിൽ പോകാതെ കാട്ടിനകത്ത് വനത്തിനകത്ത് ചെന്ന് അവിടെ നിന്ന് അങ്ങോട്ടും ചെന്ന് പൂരി വരെ എത്തി 12 ദിവസം നടന്നു രഘുനാഥ ദാസ് ഗോസ്വാമി. ഇവിടെ അച്ഛൻ വന്നിട്ട് ഞാൻ വിചാരിച്ചു മാറി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ബോഡി ഗാർഡൊന്നും അഴിക്കാതെ ഇട്ടു. അയാൾ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും പാർട്ടീസ് അയച്ചു. ഇവിടെ നോക്ക്, അവിടെ നോക്ക്, ഇവിടെ നോക്ക് എന്ന് പറഞ്ഞിട്ട് എവിടെയില്ല. രഘുനാഥ് ദാസ് ഗോസ്വാമി 12 ദിവസം നടന്നു. അതുവരെ വിഗ്രസ് ആയിട്ട് സെർച്ച് ചെയ്തു, സെർച്ച് പാർട്ടി ഒക്കെ അയച്ചു. രഘുനാഥ് ദാസ് ഗോസ്വാമി എവിടെയാണ് വലിയ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തു. എല്ലാവരും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ആരും കണ്ടില്ല. രഘുനാഥ് ദാസ് ഗോസ്വാമി അവിടെ പൂരിയിലെ എത്തി. ചൈതന്യ മഹാപ്രഭുവിന്റെ ശരണത്തിൽ വന്നു. ചൈതന്യ മഹാപ്രഭു സ്വാഗതം ചെയ്തു, അദ്ദേഹത്തിന് ആലിംഗനം ചെയ്തു. കൃഷ്ണന് നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ദയ കാണിച്ചിരിക്കുന്നു. ആ സ്ഥലം, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സ്ഥലം, അവിടെ നിങ്ങൾക്ക് ഒരുവിധമായിട്ടും ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാവാൻ സാധ്യമില്ല. നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ ബിസിനസ് ആൾക്കാരും അവരെ വലിയ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. കൃഷ്ണ ഹാസ് സേവ്ഡ് യു എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്, ചൈതന്യ മഹാപ്രഭുവിന്റെ സെക്രട്ടറി സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ അടുത്ത് ഇദ്ദേഹത്തിന് നോക്കിക്കോളൂ, ഇദ്ദേഹം വലിയ ജമീന്ദാരുടെ മകനാണ്, കുറച്ച് എന്തെങ്കിലും ഫെസിലിറ്റീസ് കൂടുതൽ ആവശ്യപ്പെടുന്നു, അതെല്ലാം നന്നായിട്ട് നോക്കിക്കോളൂ. ഇതെല്ലാം കേട്ടു രഘുനാഥ് ദാസ് ഗോസ്വാമി. അദ്ദേഹത്തിന്റെ മനസ്സില് ഒരു വലിയ വിരക്തി, ഞാനൊരു വൈരാഗി ആയി. ചൈതന്യ മഹാപ്രഭുവിന് എന്തൊക്കെയാണ് ആവശ്യം ആ സർവീസിലെന്ന് ഞാൻ ചെയ്ത് ഞാൻ ശുദ്ധ ഭക്തി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനത്തോടെ ഞാൻ വന്നിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിന് എൻ്റെ പ്ലേറ്റിൻ്റെ ഇരിക്കുന്ന പ്രസാദമല്ല ഞാൻ കഴിച്ചിട്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിന് കൊടുക്കുന്നു സ്പെഷ്യലായിട്ട്. രഘുനാഥ് ദാസ് ഗോസ്വാമിന് വലിയ പ്ലേറ്റ് കിട്ടി. ജഗന്നാഥ് മഹാപ്രസാദം ചൈതന്യ മഹാപ്രഭു കഴിച്ചിട്ട് മഹാപ്രസാദം അത് കൊടുത്തു. ഒരു ദിവസം കഴിച്ചു, രണ്ടാമത്തെ ദിവസവും കഴിച്ചു, മൂന്നാമത്തെ ദിവസം എനിക്ക് ഇത് ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, കഴിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഞാനൊരു ശുദ്ധ ഭക്തനായിട്ട് ഒരു വൈരാഗിയായിട്ട് ഞാൻ ഫുൾ റിനൗൺസ്ഡ് സന്യാസിയാവണം, എനിക്ക് ഫുൾ പ്യുവർ ഭക്തി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിട്ടുപോയി. സിംഹദ്വാരം എന്ന് പറഞ്ഞിട്ട് ജഗന്നാഥ് പുരിന്റെ മെയിൻ എൻട്രൻസിൽ അവിടെ പുറത്ത് വരുന്ന ആൾക്കാരൊക്കെ പ്രസാദം എടുത്തുകൊണ്ട് വരും. അവിടെ എല്ലാവരും നിന്നിട്ട് അവിടെ ഭിക്ഷ, എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, എല്ലാവർക്കും ഞാൻ കൊടുത്തോണ്ട് പോകും. അവിടെ നിന്നു എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, ഭിക്ഷ മേടിച്ച് ഞാൻ കഴിക്കാമെന്നാണ്. അവിടെ നിന്നു ഒരു ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം കഴിഞ്ഞു. ഇത് ഭക്തിന് ശരിയാവില്ല. മനസ്സിലെപ്പോഴും ഇയാൾ എനിക്ക് എന്തെങ്കിലും തരൂ, ശശിക്ക് ഒന്നും തന്നില്ല, അച്ഛാ ഇയാൾ മാൽപ്പുവ തന്നില്ല, എനിക്ക് അയാൾ ഇത് തന്നില്ല, അത് തന്നെ, എനിക്ക് മനസ്സിൽ അതൊന്നും തോന്നുന്നു, ഇങ്ങനെയൊന്നും ഭക്തി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് ചെന്നു. അമ്പലത്തിന് ബാക്കില് അവിടെ പഴയ പ്രസാദം, അത് അരികിരി, ചോറ് കീറി എല്ലാം അവിടെ ഇട്ടിരിക്കണം. പശുക്കളെല്ലാം വന്ന് അത് ചവച്ചുകൊണ്ടിരിക്കും. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് അതങ്ങനെ കിടക്കുന്നു. അവിടെ ആരും പോയില്ല, നാറ്റം. അവിടെ പോയി രഘുനാഥ് ദാസ് ഗോസ്വാമി, ഇവിടെ ആരും വരുന്നില്ല, ഒരു ഡിസ്റ്റർബൻസ് ഇല്ല, പശുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അതിന്ന് കിട്ടുന്നതെല്ലാം കുറച്ച് കഴുകി വെള്ളത്തിൽ അത് ചെറിയതായിട്ട് എടുത്ത് അത് കഴിച്ചു. അവിടെ ഇരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. അവിടെ തന്നെ ഇരുന്നു, അവിടെ തന്നെ കിടന്നു. സൈഡില് ജമീന്ദാരുടെ മകനാണ്, അത് മറക്കരുത്. അദ്ദേഹത്തിന് കൊച്ചു പയ്യനായിരിക്കുന്നപ്പോ കാലത്ത് എണ്ണിച്ച ബെഡിലിരുന്ന് പുറത്തു വന്ന ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ താമര ദളം ഇട്ടുകൊണ്ട് അയാളുടെ പാദം താഴെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛന്
അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്തു. ആ അച്ഛൻ ഇപ്പോഴും ഇയാളെ കണ്ട എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം വന്നിട്ട് ആ പശുക്കളൊക്കെ കഴിക്കുന്ന സ്ഥലത്തിൽ വളരെ സന്തോഷമായിട്ട്. പിന്നെ ഇതും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ കഴുകി പാത്രങ്ങളൊക്കെ അവിടെ കഴുകും. അവിടെ നിന്ന് ആ ചാലയിൽ നിന്ന് ആ ചോറ് കയറി ചെറിയ വെജിറ്റബിൾസിന്റെ പീസസ് ഒക്കെ വരില്ല, അത് എടുത്തു. ഇത് ഇന്നും മഹാപ്രസാദമാണ്. അതെ കുറച്ച് അത് കഴിക്കാൻ തുടങ്ങി. സൂപ്പറാണ്. ചിലപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിയും. വളരെ സന്തോഷമായിട്ട് ജീവിച്ചു അവിടെ. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. മുമ്പ് പോവും, ജഗന്നാഥ ദർശനം ചെയ്യും, ഡാൻസ് ആവും, ബാക്കിലോട്ട് വരും, അവിടെ ജപിക്കും, അവിടെ ഇരിക്കും, അവിടെ വായിക്കും, അവിടെ കുറച്ച് പ്രസാദം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും പ്രസാദം കിട്ടും അവിടെ. ആ പശുക്കളൊക്കെ കഴിച്ചിരിക്കുന്ന എന്തെങ്കിലും സിമ്പിൾ ലൈഫ്, സിമ്പിൾ ലിവിങ്, ഐ തിങ്കിങ്. എത്ര പേർക്ക് ഇവിടെ അങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഫീലിംഗ് ഉണ്ട്? ആരും കൈപ്പൊക്കില്ല. Nobody will say. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭു ഫസ്റ്റ് ഒരു ദിവസം ചോദിച്ചു സ്വർഗദാവത്തെ, എങ്ങനെയാണ് നമ്മുടെ ആള്? അയാള് ഇവിടുന്ന് പോയി. എന്തിനാ? ഇങ്ങനെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ചൈതന്യ ചിരിച്ചു. ആ നമുക്ക് ഡിറ്റർമിനേഷൻ ഇല്ലെന്നാണ്. പിന്നെ ഒരു ഇനി കുറച്ച് 5 ദിവസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് രഘുനാഥ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സിംഹദ്വാരത്തിൽ പോയി അവിടെ ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ചൈതന്യമാവും ചോദിച്ചു, വൈരാഗി. പിന്നെ ചോദിച്ചു എവിടെ പോയെന്നാ? ബാക്കിലോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് ആ പശുക്കൾ കഴിക്കുന്നതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൊള്ളാം, എനിക്ക് ഈ രഘുനാഥ് ചെന്നിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ചൈതന്യ മഹാപ്രഭു രഘുനാഥ കാണാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്ത് ബാക്കിലോട്ട് പോയി. അവിടെ ചെന്നിട്ട് രഘുനാഥ് കഴിച്ചുകൊണ്ടിരുന്നു. ഇത് മഹാപ്രസാദമാണ്. അവിടെ ചെന്നിട്ട് അതിനടുത്ത് രഘുനാഥിനടുത്തിരുന്നു. രഘുനാഥ്, നീ എന്താ കഴിക്കുന്നത്? എനിക്ക് തരാൻ. ഇത് വലിയ മധുരമായിട്ടുള്ള പ്രസാദം നിങ്ങൾ കഴിക്കുന്നത്, എനിക്ക് തന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾ കഴിക്കാനുള്ള സാധനം എന്താന്ന് പറഞ്ഞു. എനിക്ക് അത് കഴിക്കാൻ വന്ന് തിരിച്ച് കയ്യിൽ നിർത്ത്. ചൈതന്യ മഹാപ്രഭു അത് കഴിച്ചു. രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ കയ്യിലിരുന്ന് അദ്ദേഹം കഴിച്ചിരുന്ന ഉച്ഛിഷ്ടം കഴിച്ചു. മഹാപ്രസാദത്തിന് ഉച്ഛിഷ്ടമൊന്നുമില്ല, പക്ഷെ അത് കഴിച്ചിട്ട് പറഞ്ഞു, വാട്ട് വണ്ടർഫുൾ നെക്ടേറിയൻ, മധുരമായിട്ടുള്ള പ്രസാദം നീ കഴിക്കുന്ന ദിവസം എനിക്ക് തരാതെ എന്ന് പറഞ്ഞ് വീണ്ടും കഴിഞ്ഞു. ബിക്കോസ് രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ പവിത്രമായിട്ടുള്ള 100% പ്യൂർ ഭക്തി ഭഗവാൻ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നു. രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ സാധന അങ്ങനെയായി. ദിവസം എനിക്കും കറക്റ്റായിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എന്തെങ്കിലും സേവ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ചെറിയതായിട്ട് എന്തെങ്കിലും കഴിക്കും. ദിവസം ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കും. ഭഗവാനെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നപ്പോൾ അച്ഛന് കണ്ടുപിടിച്ചു, ഇവിടെയാണ് എൻ്റെ മകൻ. പാവം, എനിക്ക് റിപ്പോർട്ട് കിട്ടി, ഒന്നും കഴിക്കാതെ ഭിക്ഷു, ഒരു become like a beggar എന്ന് പറഞ്ഞിട്ട് അവൻ കൊണ്ട് അറിഞ്ഞിട്ട് വാട്ട് എ ബിഗ് ഇൻസൾട്ട് പിന്നെ പറഞ്ഞിട്ട് സപ്ലൈസ് ഒക്കെ അടച്ചു. വലിയ വണ്ടിയില് നിനക്ക് അരി, നിനക്ക് വീട്ട്, ഗോതമ്പ, അത് ഇത് എല്ലാം വലിയ വലിയ സ്റ്റീൽ ഡബ്ബാൽ അയച്ചു, ലാറിയില്. പിന്നെ ഇത്രയും വെജിറ്റബിൾസും സ്വീറ്റ്സും അതും ഇതും എല്ലാം. എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് പിച്ച കേൾക്കുന്നത് ഇവിടെ മേടിച്ചുകൊണ്ട് വന്നു. അവരുടെ ആൾക്കാരൊക്കെ വന്ന് കൊടുത്തു. അപ്പോൾ ഇത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ശരി, കുഴപ്പമില്ല, എന്നാണ് ഭഗവാന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് വെച്ചുകൊണ്ട് പാചകം ചെയ്തു. ചൈതന്യ മഹാപ്രഭു വിളിച്ചു, ഞാൻ കുക്കിംഗ് ചെയ്യാൻ കഴിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ വെച്ചുകൊണ്ട് കുക്കിംഗ് ചെയ്ത് കൊടുത്തു, പാചകം ചെയ്ത് ചൈതന്യ മഹാപ്രഭുവിന് കൊടുത്തു പ്രസാദം. കുറച്ച് കഴിച്ചു ചൈതന്യ മഹാപ്രഭു, പിന്നെ ഇദ്ദേഹം കുറച്ച് കഴിച്ചു. പിന്നെ കഴിഞ്ഞിട്ട് ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് പറഞ്ഞ് എല്ലാം ചുമ്മാ ദാനം കൊടുത്ത് ആർക്കും കൊടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കേണ്ടത്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ചെറിയതായിട്ട് വിഷയിലെ അന്നഖൊയിലെ ദുഷ്ടഹൊയ്യാമന. ഈ വിഷയിയായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും മേടിച്ച് കഴിച്ചാൽ നമ്മുടെ മനസ്സ് ചീത്തയായി.
ദുഷ്ടഹോയമന, അതായത് കൊണ്ട് എൻ്റെ മനസ്സ് മാറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ദാനം കൊടുക്കും. ആർക്ക് വേണമെങ്കിലും ഈ കൂറയിലേക്ക് ആൾക്കാർക്ക് എടുത്തോളൂ. ഗുലാബ് ജാമുൻ, ഇത് നെയ്യ് എടുത്തു പോകും, എല്ലാം എടുത്തു, എല്ലാം കൊടുത്തു. വീണ്ടും അവിടെ വന്നു. അവിടെ നിന്ന് ആ കാനയിലെല്ലാം കഴിക്കാൻ തുടങ്ങി. ഇതെന്ന് പറഞ്ഞാൽ രഘുനാഥ് ദാസ് ഗോസ്വാമി ഭയങ്കര ഫോക്കസ്ഡാണ്. എനിക്ക് ശുദ്ധ ഭക്തി കിട്ടണം, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്യും. ഈ ഇവിടുന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. പാഠം എന്താണെന്ന് പറഞ്ഞാൽ, പാനിക്കാട്ടി മഹോത്സവം ഞങ്ങൾ നല്ല കുതിച്ചു, ഡാൻസ് ചെയ്തു, വെള്ളത്തിൽ കുളിച്ചു, ഞങ്ങൾ പ്രസാദം കഴിച്ചു, പിക്നിക് ആയിരുന്നു, തിരിച്ചു പോകണം. അത് നല്ലതാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകേണ്ടത് പാഠമകത്ത്. വാട്ട് ഈസ് ദ ലെസൺ ടു ലേൺ? ഫോക്കസ് ഓൺ ദ സാധന. ഭക്തി സാധനയെ നമ്മൾ ചെയ്യുന്നപ്പോൾ ഭഗവാൻ ഓൾറെഡി നമുക്ക് ഇത്ര കൺസെഷണലായിട്ട് തന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ ജപിക്കൂ, അത്രേ ഉള്ളൂ. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം. മെയിനായിട്ട് അത് മാത്രം കറക്റ്റായിട്ട് അപരാധങ്ങളില്ലാതെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ജനിക്കണം. വെറുതെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ അതേ എടുത്ത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഇവിടെ വാ ഹരിപോലെ വിധവിധമായിട്ടുള്ള ജപങ്ങൾ നമ്മൾ ജപാരി വർക്ക്ഷോപ്പിൽ ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ വിധമായിട്ടുള്ള ജപം ജപിക്കുന്നത്. പാചകം ചെയ്യുന്നപ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. ടി വി കാണുന്നപ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ. ഓഫീസിൽ പോയി ഹരേ കൃഷ്ണ 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 ഹരേ. അത് ആവശ്യമില്ലാത്തതാണ്. അവർ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാണ്. എനിക്ക് മെയിൻ ഫോക്കസ് അതിലല്ല. എൻ്റെ മെയിൻ ഫോക്കസ് വേറെ കാര്യങ്ങളൊക്കെ അറിയാം. ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും വെറുതെ ഹരേ കൃഷ്ണ ജയിച്ചോട്ടെ. പക്ഷേ രഘുനാഥ് ദാസ് ഗോസ്വാമി അങ്ങനെയല്ല. ഇതാണ് ഏറ്റവും മോസ്റ്റ് വാല്യൂബിൾ. കൃഷ്ണഭക്തിയാണ് എനിക്ക് ആവശ്യം. എനിക്ക് കാശ് ന ധനം ന ജനം ന സുന്ദരീം കവിതം വാ ജഗദീശ കാമി. എനിക്ക് തീരുമാനിച്ചു. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ. വെറുതെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശരണാഗതി പ്ലേറ്റ് പ്രസാദം തന്നെ ജയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വീർത്ത് ഇങ്ങനെ ഒരു ഭക്തനാവും എന്ന് പറഞ്ഞിട്ടല്ല വന്നത്. ഫോക്കസ്ഡ്. ചൈതന്യ മഹാപ്രഭു കൊടുത്തെങ്കിലും എനിക്ക് ആവശ്യമില്ല, അത്ര മതി. ഭക്തിയിലെ ഫോക്കസ്, എൻ്റെ സാധനയിലെ ഫോക്കസ്, ഞാനത് ചെയ്യും. ഒരു ഡിസിപ്ലിനോടെ നമ്മൾ ചെയ്താൽ നമുക്കും രഘുനാഥ് ദാസ് ഗോസ്വാമി കിട്ടിയ പോലെ ശുദ്ധ ഭക്തി കിട്ടാൻ സാധ്യമുണ്ട്. രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ സാധന ഒരു കല്ലില് രേഖ ഇടുന്ന പോലെ ആയിരുന്നു എന്ന് പറയുന്നു ചൈതന്യ ചരിതാമൃതത്തിൽ. His austerity and sadhana was written in stone. മാറില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. കല്ലിൽ എഴുതിയ മാറ്റാൻ സാധിക്കുമോ? ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ? ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ സാധന ഞാൻ ഇത് ചെയ്യും എന്ന് എഴുതിയാൽ അങ്ങനെ തന്നെ ചെയ്യും. ഫിനിഷ്. സോ വൈരാഗ്യ വിദ്യ നിജഭക്തി യോഗ ശിക്ഷാർത്ഥമേക പുരുഷ പുരാണ ശ്രീകൃഷ്ണ ശരീരാധാരി യസ്തം അഹം പ്രപദ്യേ. ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് വീണ്ടും ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നു. ഒരു ഭക്തിഭാവം, ഒരു ഭക്തനുടെ ഭാവത്തിൽ വന്നിരിക്കുന്നു. എന്തിനാ? വൈരാഗ്യ വിദ്യ. നമുക്ക് വൈരാഗ്യത്തിന്റെ വിദ്യ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ കാലത്തിലെ കലിയുഗത്തിലെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ വിട്ടിട്ട് ഓടണ്ട എവിടെയെങ്കിലും. സ്ഥാനേ സ്ഥിത ശ്രുതിഗതാൻ തനുവാൻ മനോ. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ വിഗ്രഹത്തെ നമ്മൾ സേവിക്കാം. ചെറിയതായിട്ട് DT വർഷം ചെയ്യാം. ഇരുന്ന് ജപിക്കാം. ഒരു 2 മണിക്കൂർ ഞാൻ ഇരുന്ന് ജപിക്കും. 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ കൊടുത്ത് എത്ര % ആണ്? 2/24 എത്ര % ആണോ? 10% ഇല്ല, ലെസ് ദൻ 10%. ഇത്ര വലിയ കാര്യം നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു 10% സമയം കൊടുക്കണ്ടേ? വേണ്ട, 5% സമയം കൊടുത്താൽ മതി. ആ സമയം ഇതിന് വേണ്ടിയിട്ട് മാത്രം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ഇരുന്നിട്ട് ജയിക്കണം. വേറെ ഒരു ആലോചനയില്ലാതെ
നമ്മൾ ഫോക്കസ് ചെയ്ത് ജീവിക്കാം. ഫോക്കസ് ചെയ്ത് നമ്മൾ ഭഗവത്ഗീത ഒന്ന് വായിക്കണം, നമ്മൾ ഭാഗവതം വായിക്കണം, ചൈതന്യ ചരിതാമൃത വായിക്കാം. ദിവസം അതിനുവേണ്ടി 1 മണിക്കൂർ ഇത് ഞാൻ ചെയ്യും, 2 മണിക്കൂർ ഇത് ചെയ്യും. ഞാൻ ഇല്ലെങ്കിൽ ഉറങ്ങില്ല, ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, പ്രസാദം കഴിക്കില്ല. അങ്ങനെ ചെയ്യാറുണ്ട് കുറേ ഭക്തന്മാർ. ഞാൻ കുറേ വർഷങ്ങൾ മുന്നേ ബ്യൂറോ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അഹമ്മദാബാദിൽ പോയി. അവിടെ പ്രഭുപാദിന്റെ ഒരു ശിഷ്യനായിരുന്നു ടെമ്പിൾ പ്രസിഡന്റ് യശോമതി നന്ദൻ പ്രഭു. ഇപ്പോഴില്ല. യശോമതി നന്ദൻ പ്രഭു വയസ്സ് 65-67 വയസ്സാണ്. വലിയ പ്രോജക്റ്റ് അഹമ്മദാബാദിൽ പ്രോജക്റ്റൊക്കെ ചെയ്തിരുന്നു. വലിയ ആക്റ്റീവായിട്ട് GBCയിലായിരുന്നു, ബ്യൂറോയിലായിരുന്നു എല്ലാം. അവിടെ ഞങ്ങളെല്ലാം മീറ്റിംഗ് ഒക്കെ പോകുമ്പോൾ കാലത്ത് വരും, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പൊക്കോളെന്ന് പറഞ്ഞു. അല്ല വരും, ചേർന്ന് കഴിക്കാമെന്ന്. ഞാൻ റൗണ്ട്സ് ചെയ്തിട്ടില്ല, അതുവരെ ഞാൻ കഴിക്കില്ല. എൻ്റെ ദിവസം റൊട്ടീൻ ഇതാ. എന്തെങ്കിലും ഡിലേ ആയാൽ ഞാൻ ചെന്നിട്ട് ആ പാർക്കിൽ നമ്മുടെ വലിയ ഇതിൽ ചാൻറ്റിങ് ചെയ്യും. ആരും എന്നെ വന്ന് സംസാരിക്കില്ല, ഇവർക്ക് എല്ലാവർക്കും അറിയും പ്രഭു ചാൻറ്റിങ് ചെയ്യുന്ന. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ചിലപ്പോൾ 10 മണിയാവും, 12 മണിയാവും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ഇയാൾ വന്നു, അയാൾ വന്ന് ഫോണ് അർജൻസിന്ന് ഞാൻ കഴിക്കില്ല. ഹരേ കൃഷ്ണ ജപിച്ചിട്ട് ഞാൻ 14 റൗണ്ട് ജപിച്ചിട്ടേ ഉള്ളൂ കഴിക്കും. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കാതെ ലഞ്ച് കഴിക്കും. ബിക്കോസ് ഐ ഡിഡ് നോട്ട് ഡു മൈ 16 rounds. ഹരിദാസ് ഠാക്കൂര് വയസ്സായി. സിദ്ധ ബഖൂർ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തില് ജഗന്നാഥ് പുരിയിൽ എന്നും നമ്മൾ പോയാൽ അവിടെ കാണാൻ പറ്റും. ഹരിദാസ് ഠാക്കൂരുടെ ഭജനകുട്ടി. ആ സ്ഥലത്തിലെ വയസ്സായി. ഒരു ദിവസം അങ്ങനെ കടന്നു. ചൈതന്യ മഹാപ്രഭു ദിവസം വന്നിട്ട് ഹരിദാസ് ഠാക്കൂർ കാണും. പിന്നെ ഹരിദാസ് ഠാക്കൂറിനെ ജഗന്നാഥ് പ്രസാദം. അന്ന് കണ്ടപ്പോൾ എന്തായി എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ ഫസ്റ്റ് ചോദിച്ചു, എനിക്ക് വയ്യ. ഓ എന്താണ് ടയർഡായിരിക്കുന്നു, എന്ത് രോഗമാണെന്ന് ചോദിച്ചു. എൻ്റെ രോഗം വന്നിട്ട് എനിക്ക് ഞാൻ സങ്കല്പം എടുത്ത പോലെ ജനിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ 3 ലക്ഷം നാമങ്ങൾ ദിവസം ജനിക്കും, അത് ചെയ്യാൻ സാധിച്ചില്ല. അതാണ് എൻ്റെ രോഗം. ശരീരത്തിൻ്റെ രോഗം മനസ്സിൻ്റെ രോഗമൊന്നുമല്ല. ഈ രോഗമാണ് മാനസികമായിട്ടൊരു രോഗമായിരിക്കും എന്ന് പറഞ്ഞു. എനിക്ക് ഫുള്ളായിട്ട് ചാറ്റിങ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭു വന്നു. ഗോവിന്ദ പറഞ്ഞു, ചൈതന്യ മഹാപ്രഭു എന്തോ കുറച്ച് പ്രോബ്ലമാണ് അദ്ദേഹത്തിന്. ചൈതന്യ മഹാപ്രഭുവിടെ വന്നു പ്രസാദത്തോടെ. ഹരിദാസ് പ്രസാദം എടുത്തോളൂ. അല്ല ഞാൻ ഇന്ന് ജനിച്ചിട്ടില്ല, ഞാൻ ജനിക്കാൻ പ്രസാദം കഴിക്കില്ല എന്നാണ് ഹരിദാസ് ഠാക്കൂറാണ് പറയുന്നത്. പക്ഷേ പ്രസാദം ജഗന്നാഥ് പ്രസാദ് എടുത്ത് നിൽക്കുന്ന കുറിച്ച് അത് നമസ്കരിച്ചു. അതിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് എടുത്ത് വായിലിട്ടു. ഞാൻ സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. ചേട്ടനോട് എന്താ സുഖമില്ലാത്തതെന്ന്. ജനിക്കാൻ സാധിച്ചില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, വയസ്സായില്ലേ, കുറച്ച് കുറഞ്ഞ ജപിച്ചെങ്കിലും കുഴപ്പമില്ല, എന്നെ ടെംപ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയരുതെന്ന് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു. ഹരിദാസ് ഠാക്കൂർ, ഡോണ്ട് ടോക്ക് ലൈക്ക് ദിസ് ടു മീ. ഞാൻ ഒരു പതീതനാ, ഐ ആം വെരി ലോ ക്ലാസ്. എനിക്ക് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ദർ ഇസ് നോ ചാൻസ്. ഞാനെന്ത് ചെയ്യുന്നപ്പോൾ നടുക്ക വന്നിട്ട് കുഴപ്പമില്ലാതെ കൺസെഷനൊക്കെ നിങ്ങൾ പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സ് ചീത്ത ഡിസ്റ്റർബ് ആയി പോകും. അതായത് കൊണ്ട് പ്ലീസ് ഡോണ്ട് അല്ല ഇത്. ഇതാണ് ഹരിദാസ് ഠാക്കൂർ പറഞ്ഞത്. ചൈതന്യ മഹാപ്രഭുവിനടുത്ത് പറഞ്ഞു. എത്ര വലിയ ഫോക്കസ് ആയിരിക്കണം. അതായത് കൊണ്ട് ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിന് ഈ പദവി കൊടുത്തു. നീയാണ് നാമാചാര്യൻ. ഈ പദവി നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ. അതിലെ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ പ്രഭുപാദ് എഴുതിയിരിക്കുന്നു, ദ ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി ഓഫ് ദ ചാന്റിങ് ഓഫ് ദ ഹോളി നെയിം ഡിപ്പാർട്ട്മെന്റ്. ഈസ് റിട്ടൺ ഇൻ ചൈതന്യ ചരിതാമൃത. നാമാചാര്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ദ ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി ഓഫ് ദ ചാന്റിങ് ഓഫ് ദ ഹോളി നെയിം. ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തു. സോ ഫോക്കസ്. രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ഫോക്കസ് കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു പ്രസന്നമായി. ഇത്ര ഒരു വലിയ ജമീന്ദാരുടെ കുട്ടി. മറ്റുള്ള ഗോസ്വാമികൾ, സദ്ഗോസ്വാമികൾ എല്ലാവരും ബ്രാഹ്മണ കുലത്തിൽ നിന്ന് ജനിച്ച ആൾക്കാരിലാണ്.
രഘുനാഥ് ദാസ് ഗോസ്വാമി മാത്രം ഒരു വൈശ്യ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഗോപാൽ ഭട്ട ഗോസ്വാമി ശ്രീ വൈഷ്ണവാണ്, ശ്രീരംഗത്തിലായിരുന്നു. രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി ഗൗഡ സാരസ്വത് ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയാണ്. ജീവ ഗോസ്വാമി ഗൗഡ സാരസ്വത് ബ്രാഹ്മണ കമ്മ്യൂണിറ്റി. രഘുനാഥ് ഭട്ട ഗോസ്വാമി, ഭട്ട് എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ, തപൻ മിശ്രയുടെ മകൻ. എല്ലാവരും ബ്രാഹ്മണന്മാർ. ക്ലാസ് പ്രീച്ചിങ് അവരെടുത്ത് ചെയ്തു. ഇദ്ദേഹം മാത്രം നോൺ ബ്രാഹ്മൺ, പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യൻ. ഇത്ര വലിയ വൈരാഗിയായിട്ട് വൈരാഗ്യം കാണിച്ചു. ഇത് നമുക്കെല്ലാം പഠിക്കേണ്ടതാണ്. അതിൽ നിന്ന് ത്യക്വാ തൂർണമശേഷ മണ്ഡലപതിം ശ്രേണിം സദാ തുച്ഛവത് ബുദ്ധ്വാ ഗീത ഗണേശ കരുണയാ ഗോപീന കണ്ഠാസിതോ ഗോപി ഭാവരസാമൃതാബ്ദലഹരി കല്ലോല മഗ്നൗ. ഇങ്ങനെ എല്ലാം ത്യജിച്ച് ഭക്തി മാത്രമേ ഉള്ളൂ, നമുക്ക് ഭഗവാന്റെ സേവ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാർ വലിയ വിരക്തി, വൈരാഗ്യമായിട്ട് മാറാൻ സിമ്പിളാണ് അവർ. സോ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് നമ്മൾക്ക് ഈ സത്ഗുരു സ്വാമികൾ പറഞ്ഞ പോലെ നമുക്ക് ചെറിയതായിട്ട് പറഞ്ഞിരിക്കണം. ഇത്ര വലിയ ഓസ്റ്ററിറ്റി തപസ്യം രഘുനാഥ് ദാസ് ഗോസ്വാമി ചെയ്ത പോലെ നമുക്ക് ചെയ്യണ്ട, നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ അറിയും. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിനെ അറിയും. 14 റൗണ്ട് ജപിക്കും, 4 നിയമങ്ങൾ പാലിക്കും, ഭഗവത്ഗീത വായിക്കൂ, ഭാഗവതം വായിക്കൂ, എന്തെങ്കിലും ചെറിയ സർവീസ് ചെയ്യൂ. വീട്ടിൽ സാധ്യം ചെറിയതായിട്ട് എന്തെങ്കിലും ആരതി ഓഫറിങ് ഒക്കെ ചെയ്യൂ. അത്രേ ഉള്ളൂ. ഈ സാധനം നമുക്ക് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടല്ല. അത് ചെയ്യുന്നപ്പോൾ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന മതി. സോ ദീസ് ആർ ദ ലെസൺസ് ടു ലേൺ ഫ്രം രഘുനാഥ് ദാസ് ഗോസ്വാമി. ടുഡേ നമ്മൾ ചെന്നിട്ട് we will give Shri Gauranitai special bath. നദിയുടെ പേരെന്താ? കുന്തിപ്പുഴ. കുന്തിപ്പുഴയിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും സ്നാനം ചെയ്യും. ഫസ്റ്റ് ടൈം. ആൻഡ് വി വിൽ ഓൾ ടേക്ക് ബാത്ത് ഇൻ ദാറ്റ് ആൻഡ് വിൽ റിമെമ്പർ ദിസ്. ആൻഡ് തിരിച്ച് നമ്മൾ പോകുമ്പോൾ ഈ ഫോക്കസ് സാധനയിൽ എനിക്ക് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മളെല്ലാം ചേർന്നിട്ട് ഫോക്കസോടെ ജപിക്കുക, ഫോക്കസോടെ ഭക്തിയോഗം ചെയ്യുക. ഓം തത് സത്. രഘുനാഥ് ദാസ് ഗോസ്വാമി की, सत गोस्वामी वृंद की, श्री श्री गौर निताय की, समवेत भक्त वृंद की, निताय गौर प्रेमानंदे. പല വർഷങ്ങൾ മുമ്പ് നടന്നു ഇത്. നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് ഇവിടെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ഇല്ല എന്ന് വിചാരിക്കരുത്. എവിടെ നമ്മൾ സിൻസിയറായിട്ട് ഹരിനാമ സംകീർത്തനം ചെയ്യുന്നുണ്ടോ, എവിടെ സിൻസിയറായിട്ട് ഭഗവാനുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടോ, ശൃണവതാം സ്വകഥാ കൃഷ്ണ പുണ്യ ശ്രവണ കീർത്തന ഹൃദയന്തസ്തോ അഭദ്രാണി വിഗുണോതി സുഹൃത്സത. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ. സോ ഈ ലീല ഇന്ന് പാലക്കാടിലെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു നിങ്ങളുടെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അവിടെ പ്രഭുപാദ് അറ്റ്ലാന്റയിൽ പോയപ്പോൾ അവിടെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ വിഗ്രഹം കണ്ടിട്ട് കരയാൻ തുടങ്ങി. പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഹരിനാമം കുറച്ച് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങി. ഇവര് രണ്ടും പരമകരുണ ബഹുദുഹി ജന നിത്തായി ഗൗരചന്ദ്ര എന്ന് ആ പാട്ട് കുറച്ച് പാടി പിന്നെ പാടാൻ സാധിച്ചില്ല. വലിയ കാരുണ്യം. ഞാൻ വരുന്ന മുമ്പ് തന്നെ ഇവിടെ എത്തി രണ്ടുപേരും എന്ന് പറഞ്ഞു പ്രഭുപാദ്. എന്തിനാ? വെരി enthusiastic to give you mercy. പ്ലീസ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞു പ്രഭുപാദ്. പിന്നെ കരയാൻ തുടങ്ങി. ഡു കീർത്തൻ എന്ന് പറഞ്ഞിട്ട് പോയി പ്രഭുപാദ്. സോ പ്രഭുപാദിനെ കാണാൻ സാധിച്ചുള്ളത് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ഇവിടെ വെസ്റ്റേൺ വേൾഡിലെ വിദേശത്തിലെ ഞങ്ങളെ വലിയ സന്തോഷമാണ്. ഇവർക്കെല്ലാം ഈ
അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാം ജപിക്കുന്നു, കീർത്തനം ചെയ്യുന്നുണ്ട്, ഇവർക്കെല്ലാം കൃഷ്ണഭക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് അത് കണ്ടിട്ട് പറഞ്ഞു. So don't think Glory Nitai are not here. അവർ രണ്ടുപേരും നമ്മൾ പറഞ്ഞെല്ലാം കേട്ടിട്ടുണ്ട്. Remember, if you pray today to Nityananda Prabhu, എനിക്കും നിങ്ങൾ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ അടുത്ത് ആശീർവാദം കൊടുത്ത പോലെ എനിക്കും ആ അനുഗ്രഹം കിട്ടണം എന്ന് പറഞ്ഞിട്ട് ടുഡേ ഇഫ് യു പ്രേ ഹി വിൽ ഗിവ് യു ബ്ലെസ്സിങ്. ആവശ്യപ്പെട്ടവർ മാത്രം പ്രാർത്ഥന ചെയ്താൽ മതി. അങ്ങനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് ചില പേർക്ക് ആവശ്യം ഉണ്ടാവില്ല. കറക്റ്റാണോ? കറക്റ്റാ? നിങ്ങൾ അങ്ങനെയാണോ? ഭഗവാനെ നമ്മൾ പ്രാർത്ഥന ചെയ്ത പരമകരുണ ബഹുദൂഹി ജന. ഇഫ് യു പ്രേ യു വിൽ ഗെറ്റ്. ഇതാണ് പാനിഹാട്ടി മഹോത്സവം. ഓം തത്സത്. ശ്രീ പ്രഭുപാദ് की जय, श्री श्री गौरी निताय की जय, पानिहाटी चिड़दही महोत्सव की जय, सामवेद भक्त वृंद की जय, निताय गौर प्रेमा।